നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ വീഡിയോ കതർധാരിയായ BRM ഷഫീർ എന്ന കോൺഗ്രസ് നാറിക്കുള്ള വീഡിയോ ആണ്. തുടക്കത്തിൽ തന്നെ പറയാം, വാക്കുകൾ കുറച്ച് കടുത്തതാണ്. താല്പര്യമുള്ളവർ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക, അല്ലാത്തവർ സ്ക്രോൾ ചെയ്ത് വിട്ടുകളയുക. ആദ്യം തന്നെ വിടുവായിത്തരവും തന്തയില്ലായ്മയും അലങ്കാരമായി കൊണ്ടു നടക്കുന്ന BRM ഷഫീറിനോട് പറയാനുള്ളത്, നിന്റെ വീട്ടിലെ സ്ത്രീകളെ അളക്കുന്ന കണ്ണുകൊണ്ട് നീ ഞങ്ങളുടെ സ്ത്രീ സഖാക്കളെ അളക്കാതിരിക്കുക. രാത്രി ചാനൽ ചർച്ചയും കഴിഞ്ഞ് തിരിച്ചു വരികയുള്ളൂ എന്ന് സ്വന്തം ഭാര്യയോട് പറഞ്ഞിട്ട് രാവിലെ ഇറങ്ങിപ്പോയ നീ എന്തോ ആവശ്യത്തിന് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നത് കണ്ടതിന്റെ ജാളിത നീ തീർക്കേണ്ടത് ഞങ്ങളോടല്ല, അത് നീ തീർക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണുപിടിയനോടാണ്. കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും വലിയ ഞരമ്പനും പെണ്ണുപിടിയനും സ്ത്രീലമ്പടനും കേരള രാഷ്ട്രീയത്തിലെ ഗോവിന്ദചാമിയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പെണ്ണുപിടിയനെ വെളുപ്പിക്കുന്നതിനു വേണ്ടി നീയും നിന്റെ കൂട്ടത്തിലുള്ള കതർധാരികളും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സ്ത്രീ സഖാക്കളെ ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ ഒന്നു മാത്രമേ പറയാനുള്ളൂ, ഞങ്ങൾ എന്തും താങ്ങും. തിരിച്ചു തരുന്നത് താങ്ങാനുള്ള കരുത്ത് നിനക്കും നിന്റെ പാർട്ടിക്കുമില്ല എന്ന് നീ ഓർക്കണം. തന്തയില്ലായ്മ എഴുതിക്കൊണ്ട് നീ ഇട്ട പോസ്റ്റ് ഇപ്പോൾ നിന്റെ വാളിൽ കാണാനില്ല. കാരണം നട്ടലിന് ഉറപ്പില്ലാത്തതുകൊണ്ട് നീ അത് ഡിലീറ്റ് ചെയ്തു. നിന്നോടും പിന്നെ പെണ്ണുപിടിയനായ രാഹുൽ മാങ്കൂട്ടത്തിനോടും പറയാനുള്ളത്, നീ ഒരു അഡ്വക്കേറ്റ് അല്ലേ? പെണ്ണൊരുത്തിയായ ചൈൻ ടീച്ചർ കൊടുത്തതുപോലെ ഒരു പരാതി കൊടുക്കാൻ നിനക്കൊക്കെ നട്ടലിന് ഉറപ്പുണ്ടോ? BRM ഷഫീറെ, ഇപ്പോഴും നീ ഒരു KSUക്കാരന്റെ നിലവാരത്തിൽ തന്നെയാണ്. നീ ഒരു നല്ല കോൺഗ്രസിന്റെ നേതാവാകണമെങ്കിൽ നീ ഇനിയൊരു 10 ജന്മം കൂടി ജനിക്കണം. അത് നീ നിന്റെ തന്തയ്ക്ക് ജനിച്ചാ പോരാ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ജന്മം തന്ന ഞങ്ങളുടെ നല്ല തന്തയ്ക്ക് ജനിക്കണം. പക്ഷെ അതിന് നിനക്ക് ഭാഗ്യമില്ലാതായിപ്പോയി. നീ പോസ്റ്റ് പിൻവലിച്ചു. പക്ഷെ ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഈ വീഡിയോ പിൻവലിക്കുമെന്നോ അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ ഒരു മാപ്പ് പറച്ചിലുണ്ടാകുമെന്നോ നീ സ്വപ്നത്തിൽ പോലും കരുതരുത്. ഇന്ത്യയിലെ നീതിപീഠത്തെയും നിയമപാലനത്തെയും നീതിപാലകരെയും നിയമപാലകരെയും നിയമ സംവിധാനങ്ങളെയും എല്ലാ ബഹുമാനത്തിലും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ജീവിതാവസാനം വരെ ജയിലിൽ കിടക്കേണ്ടി വന്നാലും നീ ഇനി എത്ര കേസ് കൊടുത്താലും ഇതിനൊരു തിരിച്ചുപറയൽ ഉണ്ടാകുമെന്ന് നീ കരുതരുത്. അങ്ങനെ ഒരു തിരിച്ചുപറച്ചിൽ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. കാരണം ജീവനും ജീവിതവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ദാനം ചെയ്ത് ഈ പ്രസ്ഥാനത്തെയും ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നവർക്കും വേണ്ടി പ്രതിരോധ കോട്ട കെട്ടാൻ വേണ്ടി സോഷ്യൽ മീഡിയകളിൽ സൈബർ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ച് ആശയവും ആദർശവും കൊണ്ട് രാഷ്ട്രീയ സൈബർ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങൾ. ആ ഞങ്ങളുടെ മുമ്പിലേക്ക് നിന്റെയൊക്കെ രാഷ്ട്രീയ സംസ്കാരവും കൊണ്ട് തന്തയില്ലായ്മ കാണിക്കാൻ വന്നാൽ നീയൊക്കെ പറയുന്നതിന്റെ ഇരട്ടി തിരിച്ചു പറയാനും ഞങ്ങൾക്കറിയാമെന്ന് നീയൊക്കെ ഓർക്കേണ്ടത് കൂടിയുണ്ട്. ഇതൊന്നും പറയണമെന്ന് കരുതുന്നതല്ല, നിന്നെ പോലുള്ള തെമ്മാടികൾ പറയിപ്പിക്കുന്നതാണ്. കാരണം വിടുവായിത്തരവും തന്തയില്ലായ്മയും നീ അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരാണ്.